ഭഗവാന്റെ തൃപ്പാദ രത്നങ്ങളിൽ ശഷ്ടാംഗ പ്രണാമം. എല്ലാവർക്കും ഇന്നത്തെ അന്തശൗര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് 297 ദിവസമാണ്. ഇന്നത്തെ രാമകഥാ രസവാഹിനി സംഗ്രഹം പറയുന്നത് മിസ് തീർത്ഥ മുരളി. തീർത്ഥ റെഡിയാണെന്നല്ലേ? സായിറാം സാർ. അപ്പൊ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞ ശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് സംഗ്രഹം പറഞ്ഞോളൂ. 10-15 മിനിറ്റ് വരെ എടുക്കാം. അനുഭവങ്ങൾ ഉണ്ടെങ്കിലും പറയാം. ഓക്കെ ഓക്കെ സാർ. സായിറാം. സായിരാം തുടങ്ങിക്കോളൂ. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം പാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം ഹേതദ്ധി രാമായണം. സായിറാം. അധ്യായം 7. സീതാപരിണയം. രാവിലെ വിശ്വാമിത്ര മഹർഷിക്ക് മിഥിലാ ചക്രവർത്തിയായ ജനകൻ നടത്താൻ പോകുന്ന പുണ്യയജ്ഞത്തിൽ എല്ലാ ശിഷ്യന്മാരുമായി പങ്കെടുക്കുവാനുള്ള ക്ഷണപത്രം ലഭിക്കുന്നു. അത് ലഭിച്ചപ്പോൾ നാളെ തന്നെ മിഥിലയിലേക്ക് പോകാമെന്ന് വിശ്വാമിത്രൻ പറയുന്നു. യാഗരക്ഷ ചെയ്തു കഴിഞ്ഞതിനാൽ അയോധ്യയിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും പിതാവിന്റെ ആജ്ഞ അനുസരിക്കുന്നത് തന്റെ മുഖ്യവ്രതമായതിനാൽ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ മിഥിലയിലേക്ക് വരാനാവുകയില്ലെന്നും ശ്രീരാമൻ പറയുന്നു. അപ്പോൾ തന്റെ വാക്കുകളും പാലിക്കപ്പെടേണ്ടതാണല്ലോ. രാമലക്ഷ്മണന്മാരെ താൻ തന്നെ അയോധ്യയിൽ എത്തിക്കാമെന്ന് ദശരഥന് വാക്കു കൊടുത്തിട്ടുണ്ട്. അയോധ്യയിൽ പോയിട്ട് മിഥിലയിലെ യജ്ഞത്തിൽ പങ്കെടുക്കുവാനുള്ള സമയം ഇല്ല. മാത്രവുമല്ല, മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്യുക, അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞില്ലേ. അതിനാൽ മിഥിലയിലെ യജ്ഞം കഴിഞ്ഞ ശേഷം താൻ തന്നെ അവരെ അയോധ്യയിൽ എത്തിക്കാമെന്ന് മഹർഷി പറയുന്നു. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം യാഗരക്ഷ ചെയ്തതിന് വിശ്വാമിത്രൻ കുമാരന്മാരോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. മിഥിലയിലെ യജ്ഞത്തെക്കുറിച്ചും ജനകന്റെ കൈവശമുള്ള ദിവ്യമായ ശൈവചാപത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. ആ വില്ല് ജനക മഹാരാജാവിന് എങ്ങനെ ലഭിച്ചുവെന്ന രാമന്റെ ചോദ്യത്തിന് ഉത്തരമായി അതിന്റെ ചരിത്രവും പറഞ്ഞു. ത്രികാലജ്ഞാനിയായ മഹർഷി സീതാരാമന്മാരുടെ സമാഗമത്തിനും വിവാഹത്തിനും ഉള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. മിഥിലാ ചക്രവർത്തിയായിരുന്ന ദേവരഥൻ നടത്തിയ യജ്ഞത്തിൽ സന്തുഷ്ടരായ ദേവന്മാർ നൽകിയതാണ് ശൈവചാപം. ഈ വില്ല് പൊക്കാനോ അതിൽ ഞാൻ കെട്ടാനോ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ആ വില്ല് കാണുവാനുള്ള ആഗ്രഹം
രാമലക്ഷ്മണന്മാർക്കും ഉണ്ടായി. അടുത്ത ദിവസം രാവിലെ മിഥിലയിലേക്ക് പോകാനായി തയ്യാറാകാൻ എല്ലാവരോടും പറഞ്ഞു. ആശ്രമത്തിലെ നടപടിക്രമങ്ങൾ നടത്താൻ ആരെങ്കിലും വേണ്ടയെന്ന ചോദ്യത്തിന് മഹർഷി നൽകുന്ന ഉത്തരം നമുക്കുമുള്ള സന്ദേശമാണ്. ഓരോരുത്തരും സ്വന്തം കൃത്യങ്ങൾ അവരിയ്ക്കുന്ന ദിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ആശ്രമ നടപടികളുടെ ശരിയായ അനുഷ്ഠാനം. നിങ്ങൾ ഇരിക്കുന്നിടം പ്രശാന്തി നിലയമാക്കുക എന്ന സ്വാമിയുടെ ഉപദേശം ഇവിടെ സ്മരണീയമാണ്. തിരികെ വരുമ്പോൾ വേണ്ട സാധനങ്ങൾ ഇവിടെ വച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ശ്രദ്ധിക്കണം. സമയം ശരീരത്തിന്റെ ഭൃത്യനല്ല, ശരീരമാണ് സമയത്തിന്റെ ഭൃത്യൻ. അതുകൊണ്ട് എപ്പോൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. താൻ മടങ്ങി വരുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആശ്രമത്തോട് യാതൊരു മമതയുമില്ലാതെ മഹർഷി അതുപേക്ഷിച്ചു. തങ്ങളുടെ ഗുരു എവിടെയോ അവിടെയാണ് ആശ്രമമെന്ന് ശിഷ്യന്മാർക്കും മനസ്സിലായി. വിശ്വാമിത്രൻ തന്നെ പിന്തുടരുന്ന ആശ്രമത്തിലെ മൃഗാദികളോടും വിട ചൊല്ലുന്നതിൽ നിന്നും അദ്ദേഹത്തിന്റെ സർവഭൂതദയയും ആദരവും നമുക്ക് മനസ്സിലാക്കാം. സോനാ നദീതീരത്തെത്തിയപ്പോൾ ആ സ്ഥലത്തിന്റെ ചരിത്രം മഹർഷി പറഞ്ഞുകൊടുത്തു. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ കുശൻ വിദർഭ രാജാവിന്റെ പുത്രിയെ വിവാഹം ചെയ്തു. അവർക്ക് 4 പുത്രന്മാർ ഉണ്ടായി. കുസുംബൻ, കൗസംബിയും, കുശനാഭൻ, മഹോദയവും, അദൂർ അരചകൻ, ധർമാരണ്യവും വസുഗിരി വജ്രവും തങ്ങളുടെ തലസ്ഥാന നഗരികളാക്കി. ഈ പ്രദേശം ഗിരിവജ്രമാണ്. സോനാ നദിക്ക് സുമഗാദി എന്നും പേരുണ്ട്. അതിനാൽ ഈ പ്രദേശത്തിന് മഗധ എന്നും പേരുണ്ട്. കുശനാഭൻ വളരെ സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയുമുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ഖാദി എന്നും കുശന്റെ വംശത്തിൽ ജനിച്ചതിനാൽ കൗശികൻ എന്നും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരിമാർ വിധവകളായപ്പോൾ ആത്മഹൂതി ചെയ്തു. അവർ ഹിമാലയത്തിൽ പുണ്യനദികളായി ഒരുമിച്ച് കൗശിക നദിയായി രൂപം കൊണ്ടു. കൗശികൻ സിദ്ധാശ്രമത്തിൽ സ്ഥിരവാസിയായി. കൗശികൻ തന്നെയാണ് വിശ്വാമിത്ര മഹർഷിയായത്. ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത് നമ്മുടെ ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പൂർവ്വചരിത്രം എത്ര മഹനീയമായിരുന്നു എന്നാണ്. ത്രേതായുഗത്തിൽ നിലനിന്നിരുന്ന ദേശങ്ങൾ എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവയും ഇന്നും നിലനിൽക്കുന്നവയും ആണ്. സോനാ നദി കടന്ന് അവർ ജാനവി നദീതീരത്തെത്തി. ഗംഗാനദിയുടെ മഹാത്മ്യം മഹർഷി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹിമവൽ പർവ്വതനിര ലോകത്തിന്റെ അടിസ്ഥാനമാണ്. ഹിമവാന്റെ പുത്രിമാരാണ് ഗംഗയും ഉമയും. ഗംഗയെ ദേവന്മാർക്കും ഉമയെ രുദ്രനും നൽകി. ദേവകൾ കൂട്ടിക്കൊണ്ടുപോയ ഗംഗ ഭൂമിയിലേക്ക് വന്നു. അതിൽ 3 പടികളുണ്ട്. ഒന്ന് സ്വർഗത്തിലും, ഒന്ന് ഭൂമിയിലും, ഇനി ഒന്ന് പാതാളത്തിലുമാണുള്ളത്. സ്വർഗഗംഗയെ രാമന്റെ പൂർവികനായ ഭഗീരഥൻ ശിവന്റെ ജടയിലൂടെ ഭൂമിയിലെത്തിച്ച് തന്റെ പൂർവികന്മാർക്കെല്ലാം മുക്തി നൽകി. ആ പൂർവചരിത്രം മുഴുവനും ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഗീരഥി ജാനവി എന്ന് ഗംഗയ്ക്ക് പേരുണ്ടായതും ഗംഗ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പല പേരുകളിൽ ഒഴുകിയതും വിസ്തരിക്കുന്നു. അവർ നടന്ന് ഒരു നഗരത്തിലെത്തി. അവിടെ നിന്നും നോക്കിയപ്പോൾ കണ്ട നഗരത്തിന്റെ ചരിത്രം കേൾക്കാൻ ഉത്സുരായി. അങ്ങനെ വിശ്വാമിത്രൻ പാലാഴി മദനത്തിന്റെ കഥയും ഭഗവാൻ വിഷ്ണു ഒരു സുന്ദരിയായ യുവതിയായി വന്ന് അമൃത് വീതിച്ച കഥയും മറ്റും വിസ്തരിച്ചു പറയുന്നു. അവർ പ്രവേശിച്ചിരിക്കുന്ന വിശാല നഗരത്തിന്റെ ശ്രേഷ്ഠതയും പൂർവ്വചരിത്രവും വർണ്ണിക്കപ്പെടുന്നു. അവിടുത്തെ രാജാവായ സുമതി അവരെ സൽക്കരിക്കുന്നു. അവിടെ നിന്നും തിരിച്ച അവർ ഉപേക്ഷിക്കപ്പെട്ടതെങ്കിലും വിജനവും സുന്ദരവുമായ ഒരു ആശ്രമ പ്രദേശത്തെത്തി. അത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ അഹല്യ അതീവ സുന്ദരിയും സദ്ഗുണസമ്പന്നയും ആയിരുന്നു. ഖമാന്തനായ ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് അഹല്യയെ പ്രാപിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഗൗതമ മഹർഷി ഇന്ദ്രനെ സഹഗ്രഭനാകാനും അഹല്യയെ ശിലാരൂപിണിയായി ആഹാര നീഹാരാദികൾ ഇല്ലാതെ തപസ് ചെയ്യുവാനും ശപിക്കുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞ് മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. ഇപ്പോൾ ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം നേടിയ അഹല്യ ഭർത്താവിനോട് കൂടെ ചേർന്നു. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ധർമ്മച്യുതിക്ക് ശിക്ഷ ഉറപ്പാണെന്ന് നാം മനസ്സിലാക്കുന്നു. വൈകുന്നേരം അവർ മിഥിലാ നഗരിയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് തന്റെ കുലഗുരുവായ സദാനന്ദനെ
വിശ്വാമിത്രനെ സ്വീകരിക്കാനായി അയച്ചു. നഗരത്തിൽ പ്രവേശിച്ച അവരെ ജനക മഹാരാജാവ് സ്വീകരിക്കുന്നു. ലക്ഷ്മണന്മാരുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹം അത്ഭുത സ്തബ്ധനാകുന്നു. ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് അവർ എന്ന് പരിചയപ്പെടുത്തുന്നു. ജനക രാജാവിനോട് രാമലക്ഷ്മണന്മാരെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അഹല്യയുടെ ശാപമോക്ഷത്തിന്റെ കഥ പറഞ്ഞപ്പോൾ സദാനന്ദന് ആനന്ദം നിയന്ത്രിക്കാനായില്ല. കാരണം അദ്ദേഹം ഗൗതമന്റെയും അഹല്യയുടെയും പുത്രനായിരുന്നു. അവർ ഇവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം മഹത്വമേറിയ ശൈവ ശാപം കാണുക എന്നതാണ്. ജനക മഹാരാജാവ് തന്റെ പുത്രിയായ സീതയുടെ ജനനവും ബാലികയായ അവൾ നിഷ്പ്രയാസം ശൈവശാപം ഉയർത്തിയതും പറഞ്ഞുകൊടുത്തു. അതുകണ്ട താൻ ഈ വില്ല് എടുത്ത് കുലയ്ക്കുന്ന ഒരു വീരന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പലരും ശ്രമിച്ച് പരാജയപ്പെട്ടു. അവർ ഒന്നു ചേർന്ന് ആക്രമിച്ചപ്പോൾ താൻ തപസ് ചെയ്ത് ദേവസേനയുടെ സഹായം തേടി. അങ്ങനെ എതിർത്തവരെയെല്ലാം തുരത്തി വില്ല് അനേകം സൈനികർ ചേർന്ന് എടുത്തുകൊണ്ടുവന്നു യജ്ഞശാലയിൽ വച്ചു. ആ ദിവ്യധനുസ് എത്തിച്ചപ്പോൾ യജ്ഞശാല രാജാക്കന്മാരെയും മറ്റു വീരന്മാരെയും കൊണ്ട് നിറഞ്ഞു. പക്ഷേ ആർക്കും തന്നെ ആ വില്ല് ഒന്ന് അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. വിശ്വാമിത്രന്റെ അനുമതിയോടെ ആ ദിവ്യധനുസിനെ നമസ്കരിച്ച ശേഷം ശ്രീരാമൻ നിഷ്പ്രയാസം വില്ലെടുത്ത് ഞാൻ മുറുക്കിയപ്പോൾ വില്ല് ഒടിഞ്ഞുപോയി. സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കാൻ ജനക മഹാരാജാവ് തീരുമാനിച്ചു. വിവരമറിയിക്കാനായി ദശരഥന്റെ സമീപത്തേക്ക് കത്തുകൊടുത്ത് ദൂതന്മാരെ അയക്കുകയും മിഥിലയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ദശരഥൻ കുലഗുരു വസിഷ്ഠൻ പുരോഹിതന്മാർ അടങ്ങിയ വലിയ സംഘവുമായി മിഥിലയിലെത്തി. ജനകൻ തന്റെ സഹോദരനായ കുശധ്വജന് സന്ദേശമയച്ചു. സമാരാധ്യനായ സുദാമനെ ദശരഥന്റെ അടുത്തേക്ക് അയച്ചു. സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതികീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുത്തു. മംഗളകരമായ വിവാഹാഘോഷങ്ങൾക്കു ശേഷം 3 ദിവസം കഴിഞ്ഞ് ദശരഥൻ തന്റെ പുത്രന്മാരോടും പുത്രവധുക്കളോടും വമ്പിച്ച സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. ഈ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ പൂർവികരായ രാജാക്കന്മാരും ജനങ്ങളും സത് സ്വഭാവത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും കാവൽക്കാരായിരുന്നു. വിനയം, ആദരവ്, അനുസരണ, ധൈര്യം, അനുകമ്പ തുടങ്ങിയ ഗുണങ്ങൾ എല്ലാവരിലുമുണ്ട്. അത് എത്ര മഹത്തരമായ ഒരു പൈതൃകമാണെന്ന് നാം ഓർക്കണം. രാമായണം ഒരു കഥയല്ല, നമ്മുടെ പൂർവ്വകഥയാണ്, രാമന്റെ പാതയാണ്. അത് അനുധാവനം ചെയ്യുവാനും അത് നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും നാം ശ്രമിക്കണം. സ്വാമി എത്ര സുദീർഘവും സൂക്ഷ്മവുമായ വിവരണമാണ് നൽകിയിരിക്കുന്നത്. അതോർത്ത് നാം സ്വാമിയോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ജയ് സായിറാം. വീഡിയോ മെസ്സേജ്. സാരും ചേട്ടാ പ്രസന്റ് ചെയ്തോളൂ. അനുഭവം പറഞ്ഞു. ഞാൻ 4-5 വർഷം ആയതേ ഉള്ളൂ ബാലവികാസിൽ വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് അനുഭവം എന്ന് പറയാൻ ഇല്ല. ബാലവികാസിൽ വന്നതോടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. പിന്നെ ശ്ലോകങ്ങളും സന്ധ്യാനാമങ്ങളും കഥകളും കവിതകളും മൂല്യഗാനങ്ങളും കളികളും ഭജനകളും ഒക്കെ ഞാൻ പഠിച്ചു. ഇതിനെന്നെ പ്രാപ്തിയാക്കിയ എൻ്റെ ബാലവികാസ് ഗുരുവായ ശൈലജ ടീച്ചർക്ക് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ബാലവികാസിൽ വന്നതോടെ ഒരുപാട് പരിപാടികളിൽ ചേരാൻ പറ്റി, സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ആഗ്രഹം 3rd ഗ്രൂപ്പ് എഴുതി പാസ്സായി പുട്ടപർത്തിയിലേക്ക് പോകണം എന്നാണ്. പ്രാർത്ഥിക്കും. സായിറാം. സ്വാമിയുടെ പ്രഭാഷണം.
പ്രസന്റേഷൻ ചെയ്യട്ടെ? മനസ്സിലാണല്ലോ. സൈറാം സ്വാമിയുടെ പ്രഭാഷണം വരുന്നില്ലേ? ക്ലിപ്പ് എന്നാ ഇന്ത്യയിലേക്ക് പാടിക്കോളൂ. വന്നല്ലോ. గౌతమ మహర్షి ఆశ్రమం చేరుకున్నాడు. They reached Gautama's hermitage. అనగా అక్కడ అహల్య శాపము జరిగింది. Ahalya Shapa. అనగా శాపం అంటే ఏమిటి? మన పురాణాల లోపల ఆమె రాయిగా మారిపోయింది అనుకుంటున్నారు. We say that Ahalya is given a curse that she should be a stone. రాయిగా కనిపిస్తుండాది కానీ ఆమె సజీవిగానే ఉంటుండాది. Though she appears to be a stone, but she's శాపం యొక్క alive. రహస్యము It is their secret there. ఆ దుమ్ము చేత మట్టి చేత ఇన్ని సంవత్సరంలో ఆ విధంగా ఒకే స్థానంలో ఉండటం చేత అది రాయిగా కనిపిస్తూ వచ్చింది. Because she remained all the time at one spot, because the dust around, she looked like a stone. కానీ సర్వజ్ఞుడైన రామునకు ఇది ఎంత తెలుసును. But Rama, who is all knowing, know this fact. అన్నీ తెలిసి కూడాను ఏమీ తెలియనట్టుగా నటిస్తూ వచ్చాడు. Though he knows everything, he started pretending as if he does not అక్కడికి know. వెళ్ళేటప్పటికి లక్ష్మణ కొంత విశ్రాంతి తీసుకోవటం మంచిది అన్నాడు రాముడు. By the time they reached there, he said, Lakshmana, let us take rest for దీనికి some time. విశ్వామిత్రుడు కూడా అంగీకరించాడు. Vishwamitra also accepted to this రాజు proposal. దగ్గరికి పోతూ ఉన్నాడు. They were approaching the stone. ఇంకా పాదం కూడాను సోకలేదు. He did not step ఈ over there. పాదం యొక్క వైబ్రేషన్ దాని యొక్క ప్రభావం ఇంకా రాతి దగ్గరికి పోతుండాలి. The vibrations of the lotus feet were approaching the తక్షణమే stone. కదిలింది అహల్య. Immediately there was movement, పాదములు గట్టిగా పట్టుకుంది. and she caught hold of the feet. రాములు ఆశ్చర్యపడినట్టుగా నటిస్తున్నాడు. Rama was pretending as if he was రాముడికి surprised. తెలుసును Rama ఈ knows. అహల్య అని తెలుసును. She knows. కానీ తాను మానవుడిగా సంచరించాలి. But he has to move like a human. ఈ లోపల అహల్య అనేక విధములుగా కూడా పరితాపం పొందుతూ తను క్షమించమని తన్ను అనుగ్రహించమని ప్రార్థిస్తూ వచ్చింది. In the meantime, Ahalya started repenting. She prayed for pardon and for grace of ఆ Rama. సమయానికి తపస్సులకై ఏగినటువంటి యొక్క గౌతమ మహర్షి కూడాను ప్రెజెంట్ అయ్యాడు. In the meantime, Gautama sage came there. చూచాడు. He saw. గౌతమునికి తెలుసు శ్రీరామచంద్రుడు నారాయణమూర్తి అని. Gautama knows Rama is Narayana. ఇందులో భజన పాడుకోడు. సైరామ్. శ్రీరామచరణం 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 భజే శ్రీరామచరణం 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 భజే వైదేహి రామం వైకుంఠధామం వైదేహి రామం వైకుంఠధామం భూపాల చూడమణి భూపాల చూడమణి ఆత్మాభిరామం ప్రభు సాయి రామం ఆత్మాభిరామం ప్రభు సాయి రామం శ్రీరామచరణం భజే శ్రీరామచరణం భజే సత్య సాయి రామచరణం భజే శ్రీరామచరణం 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 భజే సాయిరామ్. സായിരാം. തത്വവിചാരം അധ്യായം 7 സീതാപരിണയം. ഇവിടെ നമ്മള് ശ്രീരാമന്റെ പിതാവിനെ അനുസരിക്കുവാനുള്ള പിതാവിന്റെ ആജ്ഞ അനുസരിക്കുവാനുള്ള ബദ്ധശ്രദ്ധനായ ഒരു പുത്രനെയാണ് കാണുന്നത്.
അതുകൊണ്ട് മിഥിലയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ പോലും മഹർഷിയോട് പറയുന്നത് അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് തിരികെ പോവുകയല്ലേ വേണ്ടത് എന്നാണ്. അപ്പൊ പക്ഷെ അച്ഛൻ മഹർഷി പറയുന്നതൊക്കെ അനുസരിക്കാൻ പറഞ്ഞുവല്ലോ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വിവാഹം, സീതാരാമന്റെ വിവാഹം നടക്കുവാനുള്ള സമയമായി എന്ന് മഹർഷിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അതുകൊണ്ട് സീതാരാമന്മാരുടെ സംയോഗത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നതും ഈ കാടുകളെല്ലാം നടന്നിട്ട് അവിടെയുള്ള ഒരുപാട് പുരാതന കഥകൾ, അതായത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം അത് പറഞ്ഞു കൊടുക്കുവാനാണ്. അതായത് നല്ലൊരു രാജാവ് ഒരു രാജ്യത്തെ പറ്റി മുഴുവനും അറിഞ്ഞിരിക്കണം. അതും കൂടെയാണ് അദ്ദേഹം ആ കാട്ടിലൂടെ പല പല ആശ്രമങ്ങളിലൂടെ പോകുമ്പം അതിൻ്റെ എല്ലാം കഥ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മിഥിലയിലേക്ക് പോവുകയും ശൈവജാപം മുറിക്കുന്നതിന് ശ്രീരാമന് മാത്രം സാധിക്കുകയുള്ളെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സീതയുടെ വിവാഹം കഴിക്കുവാനായിട്ട് അങ്ങനെ ഒരു ഉപാധി വെച്ചിരുന്ന കാര്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും ശ്രീരാമനോട് പറയുന്നില്ല. സിദ്ധാശ്രമം ഉപേക്ഷിച്ചു പോകുന്ന ശ്രീരാമന്റെ വിശ്വാമിത്ര മഹർഷിയുടെ നിർമ്മമത്വവും നിസ്സംഗത്വവും, ആശ്രമം തുറന്നിട്ടുകൊണ്ട് വേണ്ടവർക്കെല്ലാം വന്ന് താമസിക്കാം എന്നുള്ള മഹാമനസ്കതയും നാം ഓർക്കണം. ഈ ഭൂമിയിൽ നാം വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ തന്നെ മടങ്ങുന്നു എന്ന വസ്തുത ഓർക്കുകയാണെങ്കിൽ അനാവശ്യമായി എല്ലാം പിടിച്ച് അടക്കി ഭരിക്കുവാനുള്ള നമ്മുടെ പ്രവണത മാറും. ഇവിടെ ഒന്നിനും ആരും ശാശ്വതമായ അവകാശികളല്ല. ശരീരം സമയത്തിന്റെ ഭൃത്യനാണ്, സമയം ശരീരത്തിന്റെ ഭൃത്യനല്ല. ശരീരം സമയത്തിന്റെ ഭൃത്യനാണ്, അല്ലാതെ സമയം ശരീരത്തിന്റെ ഭൃത്യനല്ല. അതുകൊണ്ട് എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നാം അശക്തരാണ്. ഭാവി അത്രയ്ക്കും അനിശ്ചിതമാണ് എന്ന് വിശ്വാമിത്രന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ സോനാനദിയുടെ തീരത്തിരുന്നുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞത് തൻ്റെ പൂർവകഥയാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അതായത് അദ്ദേഹം രാജർഷിയായിരുന്നു, അതിനുശേഷമാണ് ബ്രഹ്മർഷിയായത്. ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ താൻ എൻ്റെ എന്നുള്ള ആ മമതകളെല്ലാം അസ്തമിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് തൻ്റെ കഥയാണെന്ന് പറയാതിരുന്നത്. കൗശികൻ എന്ന നാമം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിമാരാണ് ആത്മാഹൂതി ചെയ്ത് കൗശികി നദികളായി തീർന്നത്. ആ നദികളുടെ തീരത്ത് തന്നെയായിരുന്നു വിശ്വാമിത്രന്റെ സിദ്ധാശ്രമം. പിന്നെ ഗംഗാനദിയുടെ ഉത്ഭവവും അത് സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളിലൂടെയും ഒഴുകുന്ന വിവരവും മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. സകരന്റെ ചരിത്രത്തിൽ നിന്നും ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും നാശകാരണമാണെന്നും നാം മനസ്സിലാക്കുന്നു. ആദരണീയനായവരെ ആദരിക്കാതിരുന്നാൽ ജീവനാശം സംഭവിക്കുമെന്ന് സകരപുത്രന്മാര് കപിലമുനിയുടെ ശാപം വാങ്ങിച്ചതിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. ആകാശഗംഗ ഭൂമിയിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ സകരപുത്രന്മാർക്ക് മോക്ഷം ലഭിക്കൂ എന്നറിഞ്ഞിട്ട് അംശമന്ദൻ തുടങ്ങി സകരന്റെ പൗത്രന്മാരും എല്ലാവരും തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരെല്ലാം ആ സകരപുത്രന്മാർക്ക് മോക്ഷം നേടിക്കൊടുക്കുവാനായിട്ട് ഗംഗാദേവിയെ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് എത്രമാത്രം അവനവന്റെ കുലത്തിനോടും പൂർവികരോടുമുള്ള ബഹുമാനം എത്രമാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നു. അതായത് വളരെ കഠിനമായ തപസ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നിട്ട് പോലും അവരവന് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ദിലീപന്റെ മകനായ ഭഗീരഥനാണ് ഗോകർണത്ത് പോയി തീവ്ര തമസ്സിൽ ചെയ്ത ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി, ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജടയ്ക്കു മാത്രമേ ഭൂമിയിലേക്ക് വീഴുന്ന ഗംഗയുടെ ഭാരം താങ്ങുവാൻ സാധിക്കുകയുള്ളൂ എന്നറിഞ്ഞിട്ട് ഭഗവാനെ പ്രീതനാക്കുവാൻ വേണ്ടി തപസ് ചെയ്യുന്നു. ഭഗവാൻ ഗംഗയെ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ ഒറ്റ നദിയായിട്ട് ഒഴുകാൻ പറ്റില്ല. ഗംഗ അത്രയ്ക്ക് വളരെ ശക്തിയേറിയ ഒരു പ്രവാഹമാണ്. അതുകൊണ്ട് അതിനെ 5 ആയിട്ട് വിഭജിക്കുകയാണ്, അല്ല 7 നദികളായിട്ട്. 7 നദികൾ ഏതൊക്കെയാണ്? ഭാദിനി, നളിനി, പാവനി, പിന്നെ സുഭിക്ഷു, സീത, സിന്ധു, ഭാഗീരഥി. അങ്ങനെ കാടുകൾ കൂടി പ്രസിദ്ധങ്ങളായ ആശ്രമങ്ങൾ കടന്ന്
അവർ ഗൗതമ മുനിയുടെ ആശ്രമത്തിലെത്തുന്നു. അവിടെ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകുന്ന, ഇപ്പൊ സ്വാമി പറഞ്ഞതേ ഉള്ളൂ അത്, ശാപമോക്ഷം നൽകുന്ന രീതി എത്രമാത്രം ബഹുമാനത്തോടു കൂടി, ഭഗവാൻ തന്റെ പാദധൂളി മാത്രം വീണാൽ മതിയല്ലോ, അതുകൊണ്ട് വളരെ ആ വൈബ്രേഷൻ, സ്വാമി പറഞ്ഞതുപോലെ പാദം ആ ദേവിയുടെ പുറത്ത് വെക്കുന്നില്ല ഭഗവാൻ, പകരം പാദധൂളി വീഴുന്ന മാതിരി വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആ പാദത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ അവർക്ക് ശാപമോക്ഷം നൽകുന്നു. അതിനുശേഷം മിഥിലയിൽ പ്രവേശിക്കുമ്പോഴും രാമലക്ഷ്മണന്റെ വിവരം അറിഞ്ഞ ശൈവജാപം യജ്ഞശാലയിൽ കൊണ്ടുവന്ന് അതെടുത്ത് കുരയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ രാമൻ വില്ല് കൊലയ്ക്കുന്ന നേരത്തും ആദ്യം തന്നെ വിശ്വാമിത്രനാണ് ഇവിടെ വരാനും ഈ ശാപം കാണുവാനുമൊക്കെ കാരണക്കാരൻ. അപ്പൊ കൃതജ്ഞത എന്ന ഒരു വലിയ കൃതജ്ഞതയും ഗുരുത്വവും, ഈ രണ്ട് വലിയ നല്ല സ്വഭാവങ്ങൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന ഏത് കാര്യത്തിനും, എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിൽ വിജയമുണ്ടാവണമെങ്കിൽ നമുക്ക് കൃതജ്ഞതയും അതുപോലെ തന്നെ ഗുരുത്വവും ഉണ്ടാകണം എന്നുള്ളൊരു പാഠമാണ്. ശ്രീരാമന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും നമുക്ക് ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത്. അങ്ങനെ ശൈവജാവം മുറിച്ച് ജനക മഹാരാജ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോഴും അച്ഛന്റെ അനുവാദം വേണം, അച്ഛന്റെ സാന്നിധ്യം വേണമെന്ന് ശ്രീരാമൻ പറയുകയാണ്. അങ്ങനെയാണ് അത്, അങ്ങനെ പറഞ്ഞയക്കുകയാണ് ദൂതന്മാരെ. അങ്ങനെ അവരെല്ലാവരും വരുന്നു. ദശരഥ മഹാരാജാവ് പരിവാര സമേതം വന്ന് 4 പുത്രന്മാര് 4 പുത്രിമാരെ വിവാഹം ചെയ്യുന്നു. അതായത് ജനക മഹാരാജന്റെ വളർത്തുമകളാണ് സീതാദേവി, സ്വന്തം മകള് ഊർമിളയാണ്. അതുപോലെ തന്നെ സീതയെ കിട്ടിയത് സിതത്തിൽ നിന്നാണ്. സിതം എന്ന് വെച്ചാൽ ചെളി. പിന്നെ ഒരു വയലൊഴുമ്പം അവിടെയുള്ള ചെളിക്കട്ടയിൽ കിടന്നിരുന്ന ഒരു പേടകത്തിൽ നിന്നാണ് സീതാദേവിയായ ബേബിയായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് സീത എന്ന പേര് കൊടുത്തത്. പിന്നെ അനിയനായ കുശധ്വജന്റെ 2 മക്കളെയാണ് ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിക്കുന്നത്. പിന്നെ ഭഗവാൻ സത്യസായി ബാബ വളരെ ദീർഘമായി, നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ജനകന്റെയും ദശരഥന്റെയും കുടുംബ മഹിമകളും വിവാഹത്തിന്റെ ആഘോഷങ്ങളും മറ്റും അത്രയധികം വിസ്തരിച്ചാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓരോ രാജാക്കന്മാരുടെയും മഹർഷിമാരുടെയും ചരിത്രങ്ങളും ഒക്കെ എത്ര വളരെ ഗഹനമായ രീതിയിലാണ് ഭഗവാൻ ഈ രാമകഥാ രസവാഹിനിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ജനക മഹാരാജാവ് ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ സ്വാമി പറയുന്ന ഹെഡ് ഇൻ ഫോറസ്റ്റ് ആൻഡ് ഹാൻഡ്സ് ഇൻ സൊസൈറ്റി, അതായത് ശിരസ് വനത്തിൽ, അതായത് ശിരസിൽ യാതൊരു തരത്തിലുള്ള മമതാബന്ധങ്ങളും ഇല്ലാത്തതും കൈകൾ എപ്പോഴും പ്രവർത്തനനിരതം, അതായത് സേവനത്തിലായിരിക്കണം എന്നുമുള്ള ആ ഒരു ഐഡിയൽ ആശയം നന്നായിട്ട് ചെയ്യുന്ന ഒരു രാജാവായിരുന്നു ജനക മഹാമഹർഷി. എന്നിട്ട് പോലും പെൺകുട്ടികളെ പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം ദുഃഖിതനായി മായയ്ക്ക് വശംവദനാകുന്നു. അതായത് ഭഗവാന്റെ വിഷ്ണുമായ ഏൽക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒരുത്തരുമില്ല. എത്ര ജ്ഞാനികളാണെങ്കിൽ പോലും ചില നിമിഷങ്ങളിൽ അവരും മായയ്ക്ക് വശംവദരാകുന്നു എന്ന ഒരു പാഠമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. പിന്നെ സ്വഭാവം, അന്തസ്, ധനം, ശക്തി, കുടുംബമഹിമ, വംശപരിശുദ്ധി, ധർമ്മബോധം എന്നീ കാര്യങ്ങളിലെല്ലാം ജനക മഹാരാജാവും ദശരഥ മഹാരാജാവും തുല്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവാഹങ്ങൾ അനുപമവും ആയിരുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന, നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലെ ദാമ്പത്യ ബന്ധങ്ങളെല്ലാം ആത്മഹത്യകളിലും കൊലപാതകങ്ങളിലും ഒക്കെ അവസാനിക്കുന്നു, ഡൈവോഴ്സിൽ അവസാനിക്കുന്നു നമ്മൾ കാണുന്നു. വളരെയധികം, എല്ലാമല്ല ഒരു 60% അങ്ങനെ നശിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ സ്വഭാവമോ അന്തസ്സോ ശക്തിയോ കുടുംബശ്രേഷ്ഠതയോ വംശപരിശുദ്ധിയോ ഒന്നും നോക്കാതെ കുറെ പണം മാത്രം വാരിക്കോരി കൊടുത്ത് പെൺകുട്ടികളെ പറഞ്ഞയച്ച് മരണത്തിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. അവരെ സ്വയം പര്യാപ്തതയാക്കാതെ, അവർക്ക് സ്വഭാവശുദ്ധി ഉണ്ടോ നോക്കാതെ, വരുന്ന പയ്യന് സ്വഭാവശുദ്ധി ഉണ്ടോ എന്ന് നോക്കാതെ, കുലമഹിമയുണ്ടോ, അച്ഛനമ്മമാരാരാണ്, ഇതൊന്നും നോക്കാതെയാണ് നമ്മുടെ ഈ കലികാലത്തിലെ വിവാഹങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലത്ത് എന്തുമാത്രം ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നതായ
കാര്യങ്ങളൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല, നമ്മൾക്ക് അത് അറിഞ്ഞു പോലും കൂടാ. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സന്ദേശമാണ് ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് ഈ രാമകഥാരസവാഹനിലൂടെ ശ്രീരാമന്റെ ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്നത്. സായിരാം. ഇനിയും നമുക്ക് സീതാപരണത്തിലെ ക്വിസ് നോക്കാം. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? എല്ലാ കാര്യങ്ങളും പറയൂ. എന്തിനാ പോയത് മിഥിലയിലേക്ക്? യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ, ജനക മഹാരാജാവിന്റെ യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ. ആരെങ്കിലും ഒക്കെ പറയണേ. നമ്മുടെ സത്യഭാമയോടെ പോയി. പിതാവിന്റെ അനുമതി ഇല്ലാതെ മിഥിലയിലേക്ക് പോവാൻ സാധിക്കില്ലെന്ന് ശ്രീരാമൻ പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ എന്തു പറഞ്ഞു? എന്നെ ഏൽപ്പിച്ച് മഹർഷി ദശരഥ മഹാരാജാവ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഏൽപ്പിച്ചിരിക്കുകയാണ്. കറക്റ്റ് പറഞ്ഞു ശ്യാമ. അത് നിറവേറ്റണം. അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. അതെ അതെ, കറക്റ്റ്. ജനക മഹാരാജന്റെ കൗശമുള്ള അമൂല്യമായ വില്ല് ആരുടെ ആയിരുന്നു? മഹാദേവന്റെ. അതിന് ആർക്കാണത് ലഭിച്ചത്? ജനകന്റെ പൂർവികനായ ആർക്കാണത് ലഭിച്ചത്? ദേവരഥൻ എന്ന മിഥില രാജാവിനാണ് അത് ലഭിച്ചത്. അതായത് ജനക മഹാരാജാവിന്റെ പിതാമഹനായിട്ട് വരും. വിശ്വാമിത്രൻ സിദ്ധാശ്രമം ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോവാൻ തീരുമാനിച്ചത്? കൈലാസത്തിലാണ്. അതെ, ഗംഗാനദിയുടെ തീരത്ത്, ഹിമാലയ പ്രദേശത്ത്. വിശ്വാമിത്രന്റെ മറ്റൊരു പേരെന്താണ്? 2 പേരുകളുണ്ട്. കൗശികൻ. പേരുണ്ട്. കറക്റ്റ്, ഗാധി. വിശ്വാമിത്രന്റെ അച്ഛനും മുത്തച്ഛനും ആരായിരുന്നു? ഇതൊക്കെ ഭഗവാനാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കണം, അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടായിരുന്നു. അച്ഛൻ കുശനാഭൻ, മുത്തച്ഛൻ കുശൻ. ഹിമാലയത്തിലെ കൗശികി നദി എങ്ങനെയുണ്ടായതാ? ഇപ്പൊ ഞാൻ പറഞ്ഞതാ. കൗശികന്റെ സഹോദരിമാര് വിധവകളായപ്പോ ആത്മാഹൂതി ചെയ്തു. അവരാണ് 5 പുണ്യ നദികളായിട്ട് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വന്നത്. വിശ്വാമിത്രന്റെ മുത്തച്ഛനായ കുശൻ ആരുടെ പുത്രനായിരുന്നു? ബ്രഹ്മാവിന് മാനസപുത്രനായിരുന്നു. ഇച്ഛാശക്തി കൊണ്ട് ബ്രഹ്മാവിന്റെ മകനായി ജനിച്ചതാണ് വിശ്വാമിത്രന്റെ മുത്തച്ഛനായ കുശൻ, അച്ഛന്റെ അച്ഛൻ. വിശ്വാമിത്രനും രാമലക്ഷ്മണനും കൂടെ നദി കടന്നല്ലോ. ആ നദിയുടെ പേരെന്താണ്? സോനാ നദി. ഗംഗ 3 ലോകങ്ങൾ കൂടി ഒഴുകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഗംഗ ഹിമാന് 2 മക്കളായിരുന്നു, ഗംഗയും ഉമയും. ഉമയെ മഹാദേവന് നൽകി. ഗംഗയെ, ഹിമാന്റെ മൂത്ത പുത്രിയാണ് ഗംഗ. അതുകൊണ്ട് ഗംഗയെ ദേവന്മാർക്ക് നൽകി. ദേവന്മാര് ഗംഗയെ 3 ലോകങ്ങളെയും പവിത്രമാക്കിക്കൊണ്ട് പ്രവഹിക്കുവാൻ അനുവദിക്കുന്നു. ഭഗവാന്റെ ശിരസിലൂടെ ഗംഗ ഭൂമിയിലെത്തി, പിന്നെ പാതാളത്തിലേക്ക് ഒഴുകുന്നു. അപ്പൊ ജാനവ മഹർഷിയുടെ ഇതിൽ കൂടെ ഒഴുകുമ്പോഴാണ് ജാഹ്നവി എന്ന പേര് കിട്ടുന്നത്. പല പല പേരുകൾ കിട്ടുന്ന അങ്ങനെയാണ്. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഭഗീരഥൻ. എന്തിനാണ്? അവിടുത്തെ മോക്ഷം കിട്ടാൻ. സഗരൻ എന്ന രാജാവിന്റെ സഗരപുത്രന്മാരെ കപില മഹർഷി
ശപിച്ചു. ഒറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ, ഭസ്മമായി പോയി. കാരണം അവർ അദ്ദേഹത്തെ അവമാനിച്ചു. അപ്പം അദ്ദേഹം തന്നെ ശാപമോക്ഷം കൊടുക്കും. ആകാശഗംഗയുടെ ഇതിലെ കൂടെ ഒഴുകിയാൽ മാത്രമേ അവർക്ക് മോക്ഷം ലഭിക്കുമെന്ന്. അങ്ങനെ ഗംഗയുടെ പ്രവാഹത്തെ ഭഗീരഥനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മഹാദേവന്റെ ശിരസിൽ പതിച്ച ഗംഗ 7 നദികളായിട്ട് പിരിയും. അതിനെ ഭൂമിയിലേക്ക് ഭഗീരഥൻ നയിച്ച വഴിയിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. അങ്ങനെ സകലപുത്രന്മാരുടെ ഭസ്മത്തിലൂടെ ഒഴുകിയാണ് അവർക്ക് മുക്തി കൊടുക്കുന്നത്. ഗംഗ 7 വ്യത്യസ്ത നദികളായി ഒഴുകുന്നു. അതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹ്ലാദിനി, നളിനി, പാവനി, സുഭിക്ഷു, സീത, സിന്ധു, ഭാഗീരഥി. ഭഗീരഥൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഭാഗീരഥി എന്ന പേരുണ്ടായത്. കാശ്യപന്റെ 2 പത്നിമാരാരൊക്കെയായിരുന്നു? കാശ്യപ പ്രജാപതിയുടെ എല്ലാവർക്കും അറിയാം. ദിതി അതിഥി. ദിതിയുടെ അതിയുടെ മക്കള് പാലാഴി കടയാൻ കടകോലും കയറുമായിട്ട് എന്തിനാണ് ഉപയോഗിച്ചത്? പർവ്വതത്തിന് മന്ദരപർവ്വതം കടകോലും വാസുകി. വാസുകി കയറും. വാസുകിൽ നിന്നുണ്ടായ ഹാലാഹല വിഷം അഥവാ കാളകൂടം ആരാണ് കുടിച്ചത്? മഹാദേവൻ. പക്ഷെ ആ ശിവരൂപം സ്വീകരിച്ച വിഷ്ണു തന്നെയാണ്. ആ എപ്പിസോഡ് മുഴുവൻ വിഷ്ണുവാണ്. വിഷ്ണു തന്നെയാണ് മഹാദേവന്റെ രൂപം ധരിച്ചുകൊണ്ടത് സ്വീകരിക്കുന്നത്. മന്ദരമത്തെ താങ്ങി നിർത്തിയത് ആരാണ്? അത് മഹാവിഷ്ണു ആമയായിട്ട്. ആമയുടെ രൂപത്തിൽ. അതെ. അപ്സരസം എങ്ങനെ ഉത്ഭവിച്ചു? പാലാഴിന്ന് കിട്ടിയ. കറക്റ്റ്, പറഞ്ഞോളൂ. പാലാഴിന്ന് കിട്ടിയ രസത്തിന്ന് പൊട്ടിത്തെറിച്ചതിൽ അപ്സരസകളായത്. അതെ, കറക്റ്റ്. സുരന്മാരും അസുരന്മാരും എന്ന പേരുണ്ടായത് എങ്ങനെ? സുര കഴിച്ചവര് അസുരനും കഴിക്കാത്തവര് അതായത് വാരുണി കൊണ്ടുവന്ന, വാരുണി എന്ന് വെച്ചാ ദേവത കൊണ്ടുവന്ന സുര ദിതിയുടെ മക്കൾ കഴിച്ചു. സ്വീകരിക്കാത്തത് കൊണ്ട് അവര് ദിതിയുടെ മക്കൾ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവര് അസുരന്മാരായി. അതിഥിയുടെ മക്കളാണ് അത് കുടിച്ചത്, ദേവന്മാർ. അതുകൊണ്ട് അവര് സുരന്മാരായി. സുരന്മാരുടെ വേറൊരു പേരാണ് ദേവന്മാർ. മരുത്തുക്കൾ ആരാണ്? 49 പേരുണ്ട്. 49 പേരുണ്ട്. അവർക്ക് ദേവന്മാരാക്കുകയാണ് അവരെ. അതായത് ദിതിയുടെ ഗർഭത്തില് ഒരു ഭ്രൂണമുണ്ടായി. അത് ദേവന്മാരെ നശിപ്പിക്കുവാനായിട്ട് ഉണ്ടാക്കിയ ഗർഭമാണ്. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ആ ഭ്രൂണത്തെ ഏഴായിട്ട് മുറിച്ചു. അപ്പൊ കരഞ്ഞപ്പോ മാരുത എന്ന് പറഞ്ഞു. അതായത് കരയരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ദ്രൻ വീണ്ടും അതിനെ അങ്ങനെ 7 മരുത്തുക്കളായിട്ട് മുറിച്ചപ്പോ അവർക്ക് ദേവപദവി കൊടുക്കാന്ന്, എന്റെ സഹോദരന്മാരാക്കിക്കൊള്ളാന്ന് ഇന്ദ്രൻ പറയുന്നു. അങ്ങനെ മരുത്തുക്കൾക്ക് ദേവപദവിയാണ്. വിശ്വാമിത്രനും രാമലക്ഷ്മണനും പ്രവേശിച്ച നഗരം ഏതാണ്? വിശാല നഗരം. വിശാല, കറക്റ്റ്. ആരാണ് അവിടുത്തെ രാജാവ്? സുമതി, കറക്റ്റ്. മിഥിലയിലേക്ക് രാത്രാമധ്യേ അവർ എത്തിച്ചേർന്ന ഉപവനം ആരുടേതായിരുന്നു? ഒരു വനം, മനോഹരമായ വനം, ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത. അറിയാ? ഗൗതമ മഹർഷിയുടെ വനം. അവിടെ നാമവും രൂപവും നഷ്ടപ്പെട്ട വായു മാത്രം ഭജിച്ചുകൊണ്ട് തപസ് ചെയ്തത് ആരാണ്? അഹല്യ, ഗൗതമ പത്നി. അഹല്യ ആരുടെ പുത്രിയാണ്? അഹല്യ ബ്രഹ്മാവിന്റെ പുത്രിയാണ്. ബ്രഹ്മാവിന്റെ പുത്രിയായ ലോകസുന്ദരിയായിരുന്നു. അഹല്യക്ക് ശാപമോക്ഷം ലഭിച്ചത് അറിയാലോ, രാമന്റെ പാദസ്പർശം, പാദധൂളി കൊണ്ട്. വിശ്വാമിത്രനെയും കൂട്ടരെയും മിഥിലയിൽ എങ്ങനെയാണ് സ്വീകരിച്ചത്? ആരാണ് വന്ന് സ്വീകരിച്ചത്?
ജനക മഹാരാജാവ് മഹാരാജാവ് ആദ്യം വരുന്നില്ല. സദാനന്ദൻ. വന്ന ഉടൻ സദാനന്ദൻ. കുലഗുരുവായ സദാനന്ദൻ. സദാനന്ദൻ മറ്റു പുരോഹിതന്മാരും ചേർന്ന് കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ നിന്നാണ് ജനക മഹാരാജാവ് സ്വീകരിക്കുന്നത്. ആദ്യം അവര് പ്രവേശിക്കുമ്പം വരുന്നത് സദാനന്ദനാണ്. ഈ സദാനന്ദൻ എന്ന് പറയുന്ന ആരാണ്? ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും പുത്രനാണ് സദാനന്ദൻ എന്ന മഹർഷി. ശ്രീരാമന്റെ വംശമായ ഇക്ഷാകു വംശത്തിന്റെയും ഇക്ഷാകു വരെയുള്ള പൂർവികന്മാരും ആരാണ്? അത് കുറെ പേരുണ്ട്. ബ്രഹ്മാവിന്റെ ഇച്ഛാശക്തി നിന്നും മരീചി, അതായത് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടാണ് ഈ സപ്തർഷികൾ ഉണ്ടാകുന്നത്. അതിൽ ഒരാളായിരുന്നു മരീചി. മരീചിയുടെ മകനാണ് കാശ്യപൻ. കാശ്യപന്റെ മകൻ സൂര്യൻ. സൂര്യന്റെ മകൻ മനു. മനുവിന്റെ മകൻ വൈവസ്വത മനു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ഇക്ഷാകു. അപ്പം തുടക്കം എവിടെയാണ്? ബ്രഹ്മാവിൽ നിന്നാണ്. വൈവസ്വത മനു. വൈവസ്വത മനു നേടിയ സ്ഥാനപ്പേരെന്താണ്? പ്രജാപതി. ഈ ജനക മഹാരാജന്റെ വംശത്തിൽ ഏറ്റവും പ്രസിദ്ധനായ പൂർവികൻ ആരായിരുന്നു? ഇപ്പൊ ശ്രീരാമന്റെ വംശത്തിൽ, സൂര്യവംശത്തില് ഇക്ഷാകു, രഘു, ദിലീപൻ, അജൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവിടെ ആരായിരുന്നു ഏറ്റവും പ്രസിദ്ധൻ? നിമി എന്നുള്ള ചക്രവർത്തി. അദ്ദേഹമാണ് കലപ്പ കൊണ്ട് ഭൂമിയെ ഉഴുത് പിന്നെ ഇങ്ങനെ സസ്യങ്ങൾ ഉണ്ടാവാനുള്ള ഇടവരുത്തിയത് നിമി ചക്രവർത്തിയാണ്. മിഥില എന്ന പേരെങ്ങനെയാണ് വിദേഹ രാജ്യത്തിന് കിട്ടിയത്? നിമിയുടെ പുത്രനായ മിഥിയിൽ നിന്നാണ് മിഥില എന്ന പേരുണ്ടാവുന്നത്. ജനക മഹാരാജാവിന്റെ അച്ഛനാരെന്ന് അറിയാമോ? മഹാത്മാ. അതത്ര കോമൺ അല്ല, അതാണ് ഞാൻ തന്നെ ഉത്തരം പറയണേ. മഹാത്മാ ഹസ്വരൂപൻ. ജനകന്റെ മകൾ ആരാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതാണല്ലോ, ഊർമിള. കുശധ്വജന്റെ മക്കൾ ആരൊക്കെയാണ്? മാണ്ഡവി, സുതകീർത്തി. സീത എന്ന പേരെന്തുകൊണ്ടുണ്ടായി? ബാല്യത്തിൽ സീത ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി എന്തായിരുന്നു? ശൈവജാമ 5 വയസ്സ് സീത നിഷ്പ്രയാസം എടുത്തു മാറ്റും. അങ്ങനെ ജനക മഹാരാജാവ് ഈ ശൈവജാപം എടുത്തുയർത്തി വില്ലു വലച്ച എന്ന് തീരുമാനിച്ചത് ആ ഒരു കാഴ്ച കണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? യജ്ഞശാലയിൽ ശൈവജാപം എത്തിച്ചപ്പോൾ ജനക മഹാരാജാവ് എന്ത് പറഞ്ഞു? അദ്ദേഹം വളരെ ഡെമോക്രാറ്റിക് ആയിരുന്നു. ആർക്ക് വേണമെങ്കിലും കൊലയ്ക്കാം, അത് കെട്ടുന്ന ആൾക്ക് സീതയെ തരുന്ന. ആരാണ് കുലച്ചത്? ശ്രീരാമൻ. ജനക മഹാരാജന്റെ സഹോദരൻ ആരായിരുന്നു? കുശധ്വജൻ. ദശരഥ മഹാരാജാനെ കൂട്ടിക്കൊണ്ടുവരാൻ ആരെയാണ് പറഞ്ഞു വിട്ടത്? അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായ സുധാമനെ. ദശരഥന്റെയും ജനകന്റെയും ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ദശരഥന്റെ ഗോത്രം ഇക്ഷാകു, പിന്നെ ജനകന്റെ ഗോത്രം വിദേഹം. വിവാഹ ദിനത്തിൽ ദശരഥനും പുത്രന്മാരും അനുഷ്ഠിച്ച കർമ്മങ്ങൾ എന്താണ്? ദശരഥൻ നന്ദി കർമ്മവും പുത്രന്മാർ സമാവർത്തന കർമ്മവും ചെയ്തു. അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ജയ് സായിരാം. അപ്പൊ മോള് സമസ്ത ലോക സുഖിനോ ഭവന്തു പറഞ്ഞോളൂ.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.